ഓം ശാന്തി. നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തു കൊടുത്താലും, എത്ര തന്നെ സ്നേഹം കൊടുത്താലും, എത്ര കെയർ കൊടുത്താലും, എത്രയൊക്കെ അവരുടെ കാര്യങ്ങൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചെയ്താലും, എന്നിട്ടും ഒരു 5% നമുക്ക് മൂല്യം തരാൻ അവർ തയ്യാറാവുന്നില്ലല്ലോ എന്ന പരാതി എത്ര പേരുടെ നിന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ അങ്ങനെയുള്ള എന്നെ വില വയ്ക്കുന്നില്ലല്ലോ, എനിക്ക് വാല്യൂ തരുന്നില്ലല്ലോ, എൻ്റെ ത്യാഗവും സ്നേഹമൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ, എനിക്ക് പോട്ടെ ഒരുപാട് വരെയും തരണമെന്ന് പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു 5% ഒരു മൂല്യം തരണ്ടേ എന്നൊക്കെ പറയുന്ന സങ്കടമുള്ള എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് വില വയ്ക്കേണ്ടത് മറ്റാരുമല്ല, നമുക്ക് വില വയ്ക്കേണ്ട ആൾ നമ്മൾ തന്നെയാണ്. ഞാൻ 2 ഉദാഹരണം ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ഉദാഹരണം രാമായണത്തിൽ ഹനുമാൻ രാവണനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. രാവണൻ്റെ മുന്നിൽ ചെന്നപ്പോൾ രാവണൻ ഹനുമാൻ ഇരിക്കാൻ വേണ്ടി സീറ്റ് കൊടുത്തില്ല. അപ്പോൾ ആ സമയത്ത് ഒരു സന്ദേശവാഹകനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ആ വ്യക്തി ആരുടെ സന്ദേശം കൊണ്ടുപോയോ അവരോടുള്ളതായിരിക്കുന്ന റെസ്പെക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തെന്നറിയോ? തൻ്റെ വാല് ചുരുട്ടി രാവണൻ ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ മേലെ കയറിയിരുന്നു കൊണ്ട് അതിന് മേലിരുന്നിട്ട് രാവണനോട് താഴേക്ക് നോക്കി സംസാരിക്കുകയാണ്. എനിക്ക് മറ്റൊരാൾ റെസ്പെക്റ്റ് തരാതിരിക്കുമോ ആയിക്കോട്ടെ, എൻ്റെ റെസ്പെക്റ്റ് എൻ്റെ ഉള്ളിൽ എനിക്കുണ്ട്, എനിക്ക് വാല്യൂ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മറ്റൊരാൾ എന്നെ വാല്യൂ ചെയ്തോ ഇല്ലേ എന്നുള്ള കാര്യം എന്നെ ബാധിക്കുന്ന ഘടകമേ ആവില്ല. എൻ്റെ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യും, എൻ്റെ കർമ്മം കൃത്യമായിട്ടാണ് ഞാൻ ചെയ്തത് എന്നുള്ളതായിട്ടുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്ന നിമിഷം നമുക്ക് ആരുടെയും വില വേണ്ടാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ്, അവനവന് നമ്മൾ തന്നെയാണ് വില കൊടുക്കേണ്ടത്. അവിടെ ആ സന്ദർഭത്തിൽ വേറൊരു കാര്യം കൂടെ ഞാൻ ഓർത്തു പോവുകയാണ്. രാവണൻ മേലെ ഇരുന്നിട്ട് തന്നെ നോക്കുന്നതായിരിക്കുന്ന ഹനുമാനോട് പറയുകയാണ്, നീ ഇത്രയ്ക്കൊന്നും അഹങ്കരിക്കേണ്ട, നോക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇവൻ്റാണ്, നീ ഇത്രയ്ക്കൊന്നും അഹങ്കരിക്കേണ്ട, നീ വലിയ ആളാണെന്നൊന്നും വിചാരിക്കേണ്ട, മൃത്യു നോക്ക്, എൻ്റെ ആജ്ഞ അനുസരിക്കാൻ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, അത് നിന്നെ ഞാൻ പറയുന്ന നിമിഷം നിൻ്റെ അവസാനം ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ഹനുമാൻ്റെ ഉത്തരം വളരെ അർത്ഥവത്തായിരിക്കുന്നൊരു വാക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹനുമാൻ പറയുകയാണ്, ആ കാര്യം ശരിയാണ്, നോക്കുന്നത് എന്നെയാണ്, പക്ഷെ നിൽക്കുന്നത് നിൻ്റെ അടുത്താണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന്. എന്നേക്കാൾ കൂടുതൽ മൃത്യുവിന് പ്രാപിക്കാൻ എളുപ്പം നിന്നെയാണ് എന്ന്. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ വലിയ ഹഡിൽസ് വരുമ്പോഴും നിങ്ങളെ അപമാനിക്കാനും നെഗ്ലക്റ്റ് ചെയ്യാനും നോക്കുന്ന ആളുകൾ എന്തൊക്കെ തന്നെ പരിശ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന കർമ്മത്തിന് പൂർണ്ണമായി ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു വിധത്തിലുള്ള ഒരു വ്യക്തികൾക്കോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിനോ നിങ്ങൾ അപമാനിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഈവൻ നിങ്ങൾ അപമാനിക്കാൻ നോക്കുമ്പോൾ അത് നിങ്ങൾക്കുള്ളതായിട്ടുള്ള വാല്യൂവിലേക്ക് മാറ്റാൻ പറ്റും. വേറൊരു ഉദാഹരണം ഓർമ്മിക്കുകയാണ്. ഒരു ആനക്കൂട്ടം ഒരു പ്രാവശ്യം ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ വഴി ഒരു ചളിക്കുണ്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നോക്കുമ്പോൾ ഒരു പന്നി ആ ചളിയിൽ കുടുങ്ങിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ ആനക്കൂട്ടം എന്ത് ചെയ്തു? അവിടെ തന്നെ അങ്ങ് നിന്നു. ആനയുടെ ലീഡർ നടന്നില്ലെങ്കിൽ ആനകൾ നടക്കില്ലല്ലോ. ആ പന്നി രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിക്കൊണ്ട് ആനക്കൂട്ടം കാത്തു നിൽക്കുകയാണ്. പന്നി ഒരു കണക്കിന് ചളിയിൽ നിന്ന് പുറത്ത് കടന്ന് അത് പോയി കഴിഞ്ഞപ്പോൾ പന്നി വിചാരിക്കുകയാണ്, ഓഹോ, ആനയ്ക്ക് പോലും ഇപ്പോഴെന്നെ പേടിയാണ്, അതുകൊണ്ടല്ലേ ഞാൻ പോകും വരെ വഴി മാറി കാത്തു നിന്നിട്ട് ഞാൻ പോയപ്പോഴാണ് പോയത് എന്ന്. ഈ കാര്യം കാട്ടിൽ പലരോടും പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ മറ്റൊരാൾക്ക് ഒരു വിഷമം ഉണ്ടാക്കണ്ടെന്ന് കരുതിക്കൊണ്ട് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ ബലഹീനതയായിക്കൊണ്ട് പലരോടും പറയുന്ന ആളുകളെ നിങ്ങൾ കാണും. അതുപോലെ തന്നെയാണ് ഈ പന്നിയും ചെയ്തത്. കാട്ടിലെല്ലാവരോടും പോയി പറഞ്ഞു, ആനയ്ക്ക് കൂടി എന്നെ പേടിയാണ്, ഞാൻ അവിടുന്ന് കടന്നു പോവാൻ വേണ്ടിക്കൊണ്ട് കാത്തു നിന്നിട്ടാണ് ആന വഴി നടന്നു പോയത് എന്ന് പറയും. അപ്പോൾ ഇത് കേട്ട പലരും ആനോട് ചോദിച്ചു, നിനക്ക് പന്നീനെ പേടിയാണോ, അതുകൊണ്ടാണോ പന്നി കടന്നു പോകുന്നവരെ കാത്തുന്നത് എന്ന്. അപ്പോൾ ആന പറയും, ആ പന്നി ചളിയിൽ പൊതഞ്ഞു കിടക്കുകയാണ്. സപ്പോസ് ആ പന്നി എൻ്റെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ ഞാനതിനെ എങ്ങാൻ ചവിട്ടിക്കൊന്നാൽ എൻ്റെ കാലിൽ അഴുക്ക് പറ്റും, അതുകൊണ്ട് എൻ്റെ കാലിൽ അഴുക്കാവാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ മാറി നിന്നതാണ് എന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത കർമ്മത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് വാല്യൂ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈവൻ മറ്റൊരാൾ നിങ്ങൾ ചെയ്ത നന്മയെ
തിന്മയിലേക്ക്, നിങ്ങളുടെ ബലഹീനതയായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവർ പ്രതികരിക്കാൻ പോവാറില്ല എന്ന് പറയുന്നെങ്കിൽ, ഒരുപക്ഷെ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതോടെ അവരെ സെൽഫ് റെസ്പെക്റ്റ് അങ്ങ് ഇടിഞ്ഞ് വീണ് അവർ പിന്നെ എട്ട് നിൽക്കാൻ പറ്റാത്തവരാകും. അതുകൊണ്ട് വേണ്ടാന്ന് കരുതിയിട്ട് മൗനം പാലിക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു പ്രതികരണം കൊണ്ട് അവരുടെ ജീവിതം തന്നെ താളം തെറ്റും. അതുകൊണ്ട് സൈലൻസ് ആകുന്നതായിരിക്കാം. ഇനി അങ്ങനെയൊന്നും അല്ല എങ്കിലും നമ്മൾ ഒരാളിനോട് മോശമായി പെരുമാറുമ്പോൾ അതിന് റെസ്പോൺസ് കൊടുത്തിട്ട് വീണ്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊരു റെസ്പോൺസ് വന്ന് നമ്മളിൽ ബ്ലാക്ക് ഗോൾസ് അഥവാ നെഗറ്റീവ് കർമാസിൻ്റെ ഒരു ചളി പുരളണ്ട എന്നുള്ള സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ഏത് പോയിന്റ് വേണമെങ്കിൽ ഉൾക്കൊണ്ടോളൂ. അതിലൂടെ നമുക്ക് നമ്മുടെ വാല്യൂ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇത് വെറുതെ വിചാരിക്കുന്ന ചിന്തയല്ല, ഇതെല്ലാം പരമമായിരിക്കുന്ന സത്യങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട് പരമാത്മ തൻ്റെ മഹാവാക്യത്തിൽ, ആര് നമ്മളെ നിന്ദിക്കുന്നു അവർ നമ്മുടെ ശത്രുവല്ല മിത്രം എന്ന് കരുതിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുറവുകളെ കണ്ടെത്തിക്കൊണ്ട്, നമ്മളിൽ എന്തെല്ലാം കുറവുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കണ്ടെത്തി അതിനെ തിരുത്താൻ വേണ്ടി കണ്ടെത്തുന്ന ആളുകളല്ലേ. നമ്മളത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് സമയമില്ല. അതുകൊണ്ട് അത് കണ്ടെത്തി തന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു ബോധ്യപ്പെടുത്തും വരെ പറഞ്ഞ് നിങ്ങളത് മാറ്റാൻ ശ്രമിക്കുന്നവരെ മിത്രങ്ങളാണെന്ന് കണ്ടോളൂ. നമ്മുടെ മനസ്സ് ശാന്താവും. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ അവരെനിക്ക് വില തരുന്നില്ല, ഞാൻ ഇത്രയെല്ലാം കൊടുത്തിട്ട് 1% അവർ തരുമെന്ന് വിചാരിക്കേണ്ട. നമ്മളെന്തോ നമ്മൾ നിറവാണ്. നിറഞ്ഞിരിക്കുന്ന പാത്രത്തിലേക്ക് മറ്റൊരാൾക്ക് ഒഴിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സ്വയം അവനവനെ നിറച്ചുകൊണ്ട് അവനവൻ്റെ വാല്യൂ ചെയ്തുകൊണ്ട്, ഈശ്വരൻ എപ്പോഴും നമ്മളെ കാണുന്നത് തനിക്ക് സമാനമായിട്ടാണ്. ഭഗവാൻ ഒരിക്കലും മക്കളെ കയ്പുള്ളവരെന്ന് വിളിക്കാറില്ല, മധുരമായ മക്കളെ എന്നാണ് തൻ്റെ മഹാവാക്യത്തിൽ വിളിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? ഈശ്വരനറിയാം എല്ലാ ജീവാത്മാവും അതിൻ്റെ സമ്പൂർണ്ണ സ്വരൂപത്തിൽ ആത്മാവിൽ പവിത്രതയുടെ, ശുദ്ധിയുടെ, ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ മാധുര്യം നിറഞ്ഞവരാണ് എന്ന്. അപ്പോൾ ഈശ്വരൻ ഏത് കണ്ണുകൊണ്ട് നമ്മളെ കാണുന്നു, ആ കണ്ണുകൊണ്ട് നമുക്ക് നമ്മളെ കാണാൻ സാധിച്ചാൽ, ഞാനതാണ് എന്ന് നിങ്ങൾ ഓർമ്മിച്ചാൽ, ഒരാളുടെയും ആദരവിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ നിറഞ്ഞ പാത്രങ്ങളാണ്. അപ്പോൾ എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കാനും എല്ലായ്പ്പോഴും തൻ്റെ കർമ്മത്തിൽ പെർഫെക്റ്റ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഒരു ദിവസം, നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദിവസം, നിങ്ങളുടെ കാല് പിടിക്കുന്നവരായിട്ട് അവരെ മാറ്റാനും സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും സങ്കടപ്പെടരുത്. എന്നെ അവർ മാനിക്കുന്നില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്ത് അവരെന്നോട് സ്നേഹമില്ല, 1%, 5% തരേ വേണ്ട. നമുക്കിതെല്ലാം തരാൻ ഈശ്വരനില്ലേ? ഈശ്വരൻ എടുത്തുകൊണ്ട് നിറഞ്ഞവരായിട്ടിരിക്കൂ, അവനവന് വാല്യൂ ചെയ്യൂ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഓരോ നിമിഷവും ആനന്ദദായകവും ഓരോ സെക്കൻഡും സഫലത നിറഞ്ഞതുമായി മാറട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാനാവട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.